ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 25-ാം വാക്യം. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. നമ്മളെയൊക്കെ ഈ ഭൂമിയിലേക്ക് എൻ്റെ ദൈവം സൃഷ്ടിച്ചു വിടുമ്പോൾ ഉള്ളിൽ നന്മ മാത്രമായിട്ടാണ് വിടുക. ഉള്ളിൽ എപ്പോഴും നന്മകൾ മാത്രം, നല്ല സ്വഭാവം, നല്ല വ്യക്തികളായിട്ട്, നല്ല ഗോതമ്പ് വിതയ്ക്കുന്ന നല്ല നിലങ്ങളായിട്ടാണ് എൻ്റെ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിടുക. പക്ഷെ എപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് കളകൾ, തിന്മകൾ കടന്നു വരുന്നത് എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ. എപ്പോഴാണ് തിന്മ കടന്നു വരുന്നത്? നിന്റെ ജീവിതത്തിൽ നിനക്ക് അലസതയുണ്ടാകുമ്പോൾ, തിന്മ വിതയ്ക്കാനായിട്ടുള്ള ശത്രു, പൈശാചികമായ ശക്തികള് നിന്റെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ ഈ തിന്മ വിതയ്ക്കാനായിട്ടുള്ള സാഹചര്യം നീയാണ് ഉണ്ടാക്കുന്നത്. നിന്റെ ജീവിതത്തില് അലസതയോടുകൂടി നീ വ്യാപരിക്കുമ്പോഴാ നിന്റെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരും. ഇല്ല എങ്കിലും നിനക്ക് എപ്പോഴും നന്മയുള്ള വ്യക്തിയായിട്ട് ജീവിക്കാൻ സാധിക്കും. ഗോതമ്പിനിടയിൽ കള എപ്പോഴാണ് വന്നത്? ഉറങ്ങിയപ്പോഴല്ലേ. അവൻ ഉറങ്ങിയപ്പോൾ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തില് വിശുദ്ധിയോടുകൂടി, നന്മയോടുകൂടി ജീവിക്കണമെങ്കിൽ എപ്പോഴും ജാഗ്രതയോടുകൂടി വ്യാപരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴാണോ ജാഗ്രത മാറുന്നത്, എപ്പോഴാണോ നമ്മുടെ ജീവിതത്തില് ഉറക്കം, അലസത കടന്നു വരുന്നത്, അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിന്മകൾ കടന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നത് എപ്പോഴും ജാഗ്രതയോടുകൂടി ജീവിക്കാനായിട്ട്. നീ നല്ലൊരു വ്യക്തിയായിട്ട്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനും മകളുമായിട്ട് ജനിച്ചവനാ. പക്ഷേ നിന്റെ ജീവിത സാഹചര്യം കൊണ്ട്, നിന്റെ അലസത കൊണ്ട് ഈ തിന്മകള് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നിന്റെ നല്ല നിലം ഇപ്പോഴ് പാഴ്നിലമായിട്ട് മാറിപ്പോവുക. നല്ല ഗോതമ്പിന് പകരം കളകള് നിന്റെ ജീവിതത്തില് വളർന്നു വരികയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തില് വന്നുപോയ എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറയാനായിട്ട് തയ്യാറാവണം. നല്ലൊരു കുമ്പസാരം നടത്തി പാപമോചനം നേടുവാനായിട്ടും, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാനായിട്ടും എപ്പോഴും ജാഗ്രതയോടുകൂടി, ഉണർവോടുകൂടി ചുറ്റുപാടും തിന്മകളുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ടും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഈ ലോക ജീവിതം എപ്പോഴും ദൈവത്തിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ജാഗ്രതയോടുകൂടി ജീവിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട്, തിന്മകളിൽ നിന്നകന്ന് പൈശാചികമായ ശക്തികള് നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജാഗ്രതയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.